സ്റ്റഡി ഹെൽപ്പറിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ സാമൂഹിക ശാസ്ത്രം 2-ലെ 3ാമത്തെ പാഠമായിട്ടുള്ള ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി എന്ന പാഠമാണ്. ഈ പാഠത്തിൽ നമ്മൾ പ്രധാനമായിട്ടും എന്താണ് ഉപദ്വീപീയ പീഠഭൂമി, ഉപദ്വീപീയ പീഠഭൂമിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പാഠഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ ഒരു ഭൂപടത്തിൻ്റെ ചിത്രമാണ് കാണുന്നത്. ഈ ഒരു ചിത്രത്തിലൂടെ നമുക്ക് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരു ഏകദേശ രൂപം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ചിത്രത്തിൽ നോക്കി എന്തൊക്കെ കാണാം? അരാവലി പർവ്വത നിരകളുണ്ട്, വിന്ധ്യ സത്പുര പർവ്വത നിരകളുണ്ട്, മഹാദിയോ കുന്നുകൾ, മൈക്കല നിരകൾ, കൈമൂർ കുന്നുകൾ, രാജ്മഹൽ കുന്നുകൾ, അതുപോലെ തന്നെ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തായി പൂർവ്വഘട്ടം, പടിഞ്ഞാറ് ഭാഗത്തായി പശ്ചിമഘട്ടം തുടങ്ങിയവയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിലൂടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരു ഏകദേശ രൂപം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഉപദ്വീപീയ പീഠഭൂമിയെക്കുറിച്ച് വിശദമായിട്ട് പരിചയപ്പെടാം. ഉപദ്വീപീയ ഇന്ത്യയുടെ ഭൂരിഭാഗവും ഉൾപ്പെടുന്ന ത്രികോണ സമാനമായിട്ടുള്ള ഈ ഭൂവിഭാഗത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 600 മീറ്റർ മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ളതായി കണക്കാക്കിയിട്ടുണ്ട്. വിശാലമായ പീഠപ്രദേശങ്ങളും അതിന് അതിർത്തി തീർക്കുന്ന മലനിരകളും കുന്നുകളും താരതമ്യേന ആഴം കുറഞ്ഞ നദീ താഴ്വരകളും വൈവിധ്യമാർന്ന നൈസർഗിക സസ്യജന്തുജാലങ്ങളും ഉൾപ്പെടുന്ന ഭൗതിക വൈവിധ്യം നിറഞ്ഞ ഈ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് അറിയപ്പെടുന്നത്. ഉപദ്വീപീയ ഇന്ത്യയുടെ സിംഹഭാഗവും ഉൾക്കൊള്ളുക എന്നതാണ് ഈ പേരിന് ആധാരം. ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന ഭൂവിഭാഗങ്ങളിലൊന്നാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ഏറ്റവും വിസ്തൃതമായ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഭൗതിക വൈവിധ്യവും വിഭവ അടിത്തറയും അവ ഇന്ത്യയിലെ ജനജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം നമുക്ക് കൂടുതൽ അടുത്തറിയാം. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിലൂടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരുപാട് സവിശേഷതകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമി എന്ന പേരിൻ്റെ അടിത്തറ എന്താണെന്ന് നമുക്ക് ആദ്യമായിട്ട് ചർച്ച ചെയ്യാം. ഉപദ്വീപീയ പീഠഭൂമിയുടെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന പേര് ഇതിന് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഉപദ്വീപീയ ഇന്ത്യയുടെ ഭൂരിഭാഗവും ഉൾപ്പെടുന്ന ഒരു ത്രികോണ സമാനമായിട്ടുള്ള ആകൃതിയാണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 600 മീറ്റർ മുതൽ 900 മീറ്റർ വരെ ഉയരമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? വിശാലമായിട്ടുള്ള പീഠപ്രദേശങ്ങൾ, അതിൻ്റെ അതിർത്തി തീർക്കുന്ന